നമസ്കാരം. ഗാനജാലകത്തിലേക്ക് സ്വാഗതം. ഗന്ധർവനെപ്പോലെ കടന്നു വന്ന് വിസ്മയങ്ങൾ തീർത്ത് അകാലത്തിൽ മറഞ്ഞുപോയ പി പത്മരാജൻ, കഥാകൃത്ത്, നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ എന്നിങ്ങനെ തൊട്ടതെല്ലാം പൊന്നാക്കിയ മഹാപ്രതിഭയാണ് അദ്ദേഹം. അദ്ദേഹവുമായി എനിക്ക് ദീർഘകാലത്തെ പരിചയമുണ്ടായിരുന്നു. എല്ലാവരെയും എന്ന പോലെ ഞാനും അദ്ദേഹത്തെ വിളിച്ചിരുന്നത് പപ്പേട്ടൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് മെയ് 23. അദ്ദേഹം ആകെ സംവിധാനം ചെയ്തത് 18 ചിത്രങ്ങളാണ്. അക്കൂട്ടത്തിൽ പ്രഥമ ചിത്രം പെരുവഴിയമ്പലമാണ്. 1979 വന്ന പെരുവഴിയമ്പലം. പിൽക്കാലത്ത് വലിയ നടനായി മാറിയ അശോകൻ്റെയും ഒന്നാമത്തെ ചിത്രമാണ് പെരുവഴിയമ്പലം. പത്മരാജൻ എന്ന മാന്ത്രികൻ്റെ സംവിധാന മികവ് ഈ തുടക്ക ചിത്രം മുതൽ തന്നെ പ്രകടമാണ്. ഒരു കവിത പോലെ മനോഹരമാക്കാൻ, ഓരോ ചിത്രവും മനോഹരമാക്കാൻ അദ്ദേഹത്തിന് കഴിയാറുണ്ട്. ഈ പറഞ്ഞ 18 ചിത്രങ്ങളിൽ അദ്ദേഹം പാട്ടുകൾ ഉൾപ്പെടുത്താത്തത് 6 എണ്ണമാണ്. പ്രത്യേകിച്ച് തുടക്കത്തിൽ ഇങ്ങോട്ട് വന്ന 6 ചിത്രങ്ങളിൽ പെരുവഴിയമ്പലം, ഒരിടത്തൊരു ഭയൽമാൻ, കള്ളൻ പവിത്രൻ, കരിയിലക്കാറ്റുപോലെ, അരപ്പട്ട കെട്ടിയ ഗ്രാമത്തിൽ, അപരൻ എന്നിവയാണ് ആ ചിത്രങ്ങൾ. പാട്ടുകളോടുകൂടി വന്ന അദ്ദേഹത്തിൻ്റെ പ്രഥമ ചിത്രം നവംബറിൻ്റെ നഷ്ടമാണ്. അതിലും 2 പാട്ടുകളുണ്ട്. പക്ഷേ എനിക്ക് അവയേക്കാൾ ഇഷ്ടം പിന്നീട് വന്ന കൂടെവിടെ എന്ന ചിത്രമാണ്. പത്മരാജൻ്റെ സംവിധാന മികവ് പൂർണ്ണമായും പുറത്തു വന്ന ഒരു ചിത്രമാണ് കൂടെവിടെ. ഞാൻ ഒന്നിലേറെ തവണ ആ ചിത്രം കണ്ടിട്ടുണ്ട്. തമിഴ് എഴുത്തുകാരി വാസന്തിയുടെ കഥയെ അധികരിച്ച് സ്വന്തമായി തിരക്കഥയും സംഭാഷണവും എഴുതി അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രമാണ് കൂടെവിടെ. അതിലെ കേന്ദ്ര കഥാപാത്രങ്ങളായി വന്നത് ക്യാപ്റ്റൻ തോമസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയാണ്. ആലീസ് എന്ന ഊട്ടിയിലെ ഒരു സ്കൂളിലെ അധ്യാപികയായ ആലീസ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് സുഹാസിനിയാണ്. ഊട്ടിയുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ പുരോഗമിക്കുന്നത്. രവിശങ്കർ എന്ന കഥാപാത്രത്തെ പഠിക്കുന്ന കുട്ടിയായി വന്ന രവിശങ്കർ, ആ രവിശങ്കറിനെ അവതരിപ്പിച്ചത് പുതുമുഖമായ റഹ്മാനാണ്. ആ റഹ്മാനും പിൽക്കാലത്ത് വലിയ നടനായി മാറി. ഒരു കൗമാരക്കാരന് തൻ്റെ അധ്യാപികയോട് തോന്നുന്ന പവിത്രമായ സ്നേഹവും അതിനെ ഒരു പുരുഷൻ തൻ്റെ കാമുകിക്കുമേലുള്ള അന്യൻ്റെ കടന്നുകയറ്റമായി തെറ്റിദ്ധരിക്കുന്നതുമാണ് കൂടെവിടെ എന്ന ചിത്രത്തിൻ്റെ മുഖ്യമായ പ്രമേയം. ഇതിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ONV കുറുപ്പ് സാറും ജോൺസണും എസ് ജാനകിയും ചേർന്നാണ്. ONV കുറുപ്പ് സാറിൻ്റെ അതിമനോഹരമായ രചനയാണ് ഗാനങ്ങളുടെ എടുത്തു പറയേണ്ട സവിശേഷത. വരികൾക്ക് വളരെ യോജിച്ച സംഗീതം നൽകി ജോൺസൺ ആ ഉദ്യമത്തിന് കൂടുതൽ കരുത്തു പകർന്നു. എസ് ജാനകിയാകട്ടെ തൻ്റെ സ്വതസിദ്ധമായ ആലാപന ശൈലി കൊണ്ട് അവ മനോഹരമാക്കി. ആടിവാക്കാറ്റെ പാടിവാക്കാറ്റെ എന്ന ഒരു ഗാനം പെട്ടെന്ന് ഓർമ്മ വരുന്നു, ആ ചിത്രത്തിലേത്. അതിൽ ONV കുറുപ്പ് സാറ് കാണാ തിരുമുറിവുകളിൽ എന്ന ഒരു നവ്യമായ പ്രയോഗം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ONV സാറ് എപ്പോഴും എഴുതുക. പുതിയ പുതിയ പ്രയോഗങ്ങൾ ഗാനങ്ങളിൽ കൊണ്ടുവരും. പൊന്നുരുകും പൂക്കാലം നിന്നെ കാണാൻ വന്നു എന്ന ആ ചിത്രത്തിലെ 2ാമത്തെ പാട്ടിലുമുണ്ട് അതുപോലെയുള്ള ഒരു പ്രയോഗം. പൊന്നാട തളിരാട കാണിക്കയായി തന്നു എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ആ പാട്ടിനോട് നമ്മൾ ഹൃദയം കൊണ്ട് കൂടുതൽ അടുക്കുന്നത്. പത്മരാജൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ ചിത്രം തൂവാനത്തുമ്പികളാണ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന ചിത്രമാണത്. പത്മരാജൻ്റെ തന്നെ ഉദകപ്പോള എന്ന നോവൽ ചലച്ചിത്രമാക്കിയതാണത്. ഉദകപ്പോള എന്നാൽ നീർക്കുമുള എന്നാണ് അർത്ഥം. ആ നോവൽ ചലച്ചിത്രമാക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ പേര് മാറ്റി തൂവാനത്തുമ്പികൾ എന്ന് കൊടുത്തു. തൂവാനം എന്നാൽ ചാറ്റൽ മഴ എന്നർത്ഥം പറയാം.
ആ ചാറ്റൽ മഴയിൽ പറക്കുന്ന തുമ്പികളെയാണ് തൂവാനത്തുമ്പികൾ എന്ന് പറയുന്നത്. ഈ ചലച്ചിത്രത്തിൽ മഴ ഒരു പ്രധാന കഥാപാത്രമാണ്. ഒരുപക്ഷേ മഴയെ അങ്ങനെ കഥാപാത്രമാക്കിക്കൊണ്ട് വന്ന ശ്രദ്ധേയമായ പ്രഥമ ചിത്രമായിരിക്കാം തൂവാനത്തുമ്പികൾ. മഴയ്ക്കും പ്രണയഭാവത്തിനും തമ്മിലുള്ള ഒരു ഇഴചേരൽ വളരെ മനോഹരമായി അദ്ദേഹം ഈ ചിത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇരട്ട വ്യക്തിത്വമുള്ള ജയകൃഷ്ണൻ എന്ന കഥാപാത്രത്തെയാണ് തൂവാനത്തുമ്പികളിൽ മോഹൻലാൽ അവതരിപ്പിച്ചത്. രണ്ട് നായികമാരുണ്ട്, രാധയും ക്ലാരയും. പ്രണയത്തിൻ്റെ ഇരുധ്രുവങ്ങളാണ് അവ. രാധയെ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയത് പാർവതിയും ക്ലാരയായി പ്രത്യക്ഷപ്പെട്ടത് സുമലതയുമാണ്. ചിലർ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് തൂവാനത്തുമ്പികളെപ്പോലെയാണ് എന്ന് നമുക്കറിയാം. വന്നിട്ട് കുറേ നേരം വട്ടമിട്ട് പറക്കും, എന്നിട്ട് എങ്ങോ പോയി മറയുകയും ചെയ്യും. ആ ആശയമാണ് തൻ്റെ ഈ ഉദകപ്പോള എന്ന നോവലിലും തൂവാനത്തുമ്പികൾ എന്ന പേരിൽ ചലച്ചിത്രമാക്കിയപ്പോഴും അദ്ദേഹം വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്. അത് വളരെ കലാപരമായി എന്നുള്ളതിന് തെളിവാണ് ഇന്നും മഴയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ആളുകൾ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തൂവാനത്തുമ്പികൾ എന്ന പടത്തിൻ്റെ പേരും ആ ചലച്ചിത്രത്തിലെ കഥാമുഹൂർത്തങ്ങളും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നു. ഈ ചിത്രത്തിലുമുണ്ട് നല്ല പാട്ടുകൾ. മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി എന്ന പാട്ട് ആണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ശ്രീകുമാരൻ തമ്പി എഴുതി പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം നൽകി യേശുദാസ് പാടി അനശ്വരമാക്കിയ ഗാനമാണത്. പാദമുദ്ര എന്ന ചിത്രത്തിൻ്റെ പാട്ടുകളുടെ കമ്പോസിംഗ് നടന്നത് തിരുവനന്തപുരത്ത് വേളി യൂത്ത് ഹോസ്റ്റലിൽ വെച്ചാണ്. അവിടെ അത് നടക്കുമ്പോൾ ചിത്രത്തിൻ്റെ സംവിധായകനായ ആർ സുകുമാരനും ആ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്ന വിദ്യാധരൻ മാസ്റ്ററും എന്നെ നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ട് ഞാനും കൂടി പോയി. അവർ രണ്ടുപേരും എന്നോട് വളരെ അടുപ്പമുള്ളവരാണ്. അവിടെ ചെല്ലുമ്പോൾ അവിചാരിതമായി ഞാൻ പത്മരാജനെ കാണുകയാണ്. അദ്ദേഹം ഒരു പുതിയ ചലച്ചിത്രത്തിന് വേണ്ടി തിരക്കഥ എഴുതാൻ നേരത്തെ തന്നെ അവിടെ താമസമാണ്. വളരെ നിർബന്ധിച്ച് അദ്ദേഹത്തെ ഞാൻ ആ പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്ന മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അദ്ദേഹം അവിടെ എന്നോടൊപ്പം ഇരുന്നു. വിദ്യാധരൻ മാസ്റ്റർ ഹാർമോണിയത്തിൽ പല പല ഈണങ്ങൾ വായിച്ചിട്ട് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓങ്കാരമൂർത്തി ഓച്ചിറയിൽ എന്ന പാട്ടിന് യോജിക്കുമെന്നുണ്ടോ എന്ന് ചോദിക്കുക. ഞങ്ങളെല്ലാവരും പല പല അഭിപ്രായങ്ങൾ പറഞ്ഞപ്പോഴും പത്മരാജൻ മാത്രം മൗനം അവലംബിച്ചതേയുള്ളൂ. ആ പാട്ടിൻ്റെ കമ്പോസിങ് കഴിഞ്ഞ് ഞാനും പപ്പേട്ടനും അദ്ദേഹത്തിൻ്റെ മുറിയിൽ പോയി ദീർഘനേരം സംസാരിച്ചിരുന്നു. അവിടെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ സന്ദർഭവശാൽ ചോദിച്ചു, ആ കമ്പോസിങ്ങിൻ്റെ മുറിയിലിരിക്കുമ്പോൾ എന്താണ് പപ്പേട്ടൻ മൗനം അവലംബിച്ചത് എന്ന്. അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, അത് ശരിയല്ല, അതിൻ്റെ സംവിധായകൻ ഞാനല്ല. പാദമുദ്രയുടെ സംവിധായകനും ആ ചിത്രവുമായി ബന്ധപ്പെട്ടവർക്കുമാണ് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുള്ളത്. ആവശ്യമില്ലാത്തിടത്ത് അഭിപ്രായം പറയുന്നത് എൻ്റെ രീതിയല്ല. എൻ്റെ ചിത്രമായിരുന്നു അതെങ്കിൽ ഈ വിദ്യാധരൻ ചോദിച്ച പല സ്ഥലത്തും എനിക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നു. ഞാനത് പ്രകടിപ്പിക്കുമായിരുന്നു. മറ്റൊരാളുടെ ചിത്രമായതുകൊണ്ടാണ് ഞാൻ മൗനാവലംബിയായി അവിടെ ഇരുന്നത്. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, അവരുടെ അപ്രീതി പിടിച്ചു പറ്റുക, ഇതൊന്നും എൻ്റെ സ്വഭാവ രീതിയല്ല. ശരിയാണ്, ചിരകാല പരിചയമുള്ള എനിക്ക് പപ്പേട്ടൻ്റെ ആ സ്വഭാവ സവിശേഷത തീർച്ചയായും എടുത്തു പറയാനാവും. അദ്ദേഹം ആരോടും മുഖമൊഴിഞ്ഞ് സംസാരിക്കാറില്ല. മറ്റുള്ളവർക്ക് എന്തെങ്കിലും വേദന ഉളവാക്കുന്ന ഒരു രീതിയിലും ഒന്നും പറയില്ല. തൻ്റേതായ കാഴ്ചപ്പാടോടുകൂടി തൻ്റേതായ രീതിയിൽ മുന്നോട്ട് എപ്പോഴും സഞ്ചരിക്കുന്ന ആളാണ് അദ്ദേഹം. അതിൻ്റെ വിജയമാണ് അദ്ദേഹത്തിന് കൈവന്നത്. ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ വളരെ വർഷങ്ങളായി ചലച്ചിത്രങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. പപ്പേട്ടൻ ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പല ചിത്രങ്ങൾക്കും സംവിധാനത്തിനോ തിരക്കഥയ്ക്കോ അങ്ങനെ പല പല ഘടകങ്ങൾക്ക് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒരു വർഷം
ആ അവാർഡ് ദാന ചടങ്ങ് നടന്നത് കോട്ടയത്ത് വെച്ചായിരുന്നു. അന്ന് ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷനിൽ ഞാനും അംഗമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഞാനും പപ്പേട്ടനും ഉൾപ്പെടെ ഒരുപാട് പേർ തീവണ്ടി മാർഗം കോട്ടയത്തെത്തുകയും അവിടെ നിന്ന് ഐഡ ഹോട്ടലിൽ താമസിക്കാനായിട്ട് ചെല്ലുകയും ചെയ്തു. അന്ന് വൈകിട്ടാണ് അവിടെ അവാർഡ് ദാന ചടങ്ങ് നടക്കുക. അവിടെ ചെന്ന സമയത്ത് ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ്റെ ചില ഭാരവാഹികൾ അറിയിച്ചു, അധികം മുറികളൊന്നും ലഭ്യമല്ല, അതുകൊണ്ട് 2 പേർ വീതം ഒരു മുറിയിൽ കഴിയേണ്ടി വരും എന്ന്. ഇത് കേൾക്കാത്ത താമസം പെട്ടെന്ന് പപ്പേട്ടൻ പറഞ്ഞു, ഞാനും ടി.പിയും ഒരു മുറിയിൽ കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിച്ച് അദ്ദേഹത്തിനായി, അല്ലെങ്കിൽ എനിക്കും അദ്ദേഹത്തിനും കൂടി അനുവദിച്ച മുറിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്തത്. അവിടെ ചെന്നുമ്പോൾ ഞങ്ങളൊരു 10:30-11 മണിക്കാണ് ഇവിടെ എത്തുന്നത്. ആ സമയം മുതൽ അവാർഡ് നൈറ്റിന് പോകുന്നത് വരെ ഞങ്ങൾ വിശദമായി പാട്ടുകളെക്കുറിച്ചും സിനിമകളെക്കുറിച്ചും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അദ്ദേഹമാണ് കൂടുതലും സംസാരിക്കുക. അദ്ദേഹത്തിന് എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് എന്നെനിക്ക് മനസ്സിലായി. പഴയ പല പാട്ടുകളും അദ്ദേഹത്തിന് പരിചിതവുമാണ്. അദ്ദേഹം ആകാശവാണിയിലെ അനൗൺസറായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, അദ്ദേഹം പാട്ടുകളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു. അവാർഡ് നൈറ്റ് കഴിഞ്ഞ് രാത്രി വളരെ വൈകുവോളവും ഞങ്ങൾ പാട്ടുകളെക്കുറിച്ച് സംസാരിച്ചു. അദ്ദേഹം ചെറുതായി മൂളുകയും ചെയ്യും, ചില പാട്ടുകൾ, വളരെ പ്രിയപ്പെട്ട പാട്ടുകൾ മൂളുകയും ചെയ്യും. പിറ്റേന്ന് ആണ് ഞങ്ങൾ മടങ്ങി വന്നത്. ഈ സംഭവം അദ്ദേഹത്തിൻ്റെ പാട്ടുകളോടുള്ള ഒരു ആഭിമുഖ്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അവസരമുണ്ടാക്കി തന്നു. മാത്രവുമല്ല, പപ്പേട്ടനുമായി ഞാൻ കൂടുതൽ എടുക്കാൻ അത് ഇടയാക്കി എന്ന് പറയുന്നതും ശരിയാണ്. അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങളിലെ ചില പാട്ടുകളെ ഞാൻ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുമെങ്കിലും അദ്ദേഹം അതൊന്നും ഭാവിക്കാതെ യാതൊന്നും സംഭവിക്കാത്ത മട്ടിലാണ് എന്നോട് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതൊരു അത്ഭുത മനുഷ്യൻ തന്നെ എന്ന്. ഒരു ഭാവഭേദവുമില്ലാതെ ആ നിരൂപണം ശരിക്കും ഉൾക്കൊണ്ടു എന്ന രീതിയിലാണ് അദ്ദേഹം പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷത ഓരോ തവണ കാണുമ്പോഴും കൂടുതൽ നമ്മുടെ ഹൃദയത്തോടടുക്കുന്ന രീതിയിലാണ്. ഈ സൗഹൃദം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ സ്നേഹം എങ്ങനെ പിടിച്ചു പറ്റാം എന്നതിൻ്റെ മകുടോദാഹരണമാണ് പി പത്മരാജൻ എന്ന് ഞാൻ പറയും. പപ്പേട്ടൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ മറ്റൊരു ചിത്രമാണ് ഞാൻ ഗന്ധർവൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രമായി അത് മാറിപ്പോയി. ഈ ചിത്രം എടുക്കുന്നതിന് മുമ്പ് ധാരാളം ഹോംവർക്ക് ചെയ്തിരുന്നു എന്ന് അദ്ദേഹം ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു. ഗന്ധർവ സങ്കല്പം എങ്ങനെയാണെന്ന് അറിയാനുള്ള ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഇംഗ്ലീഷ് പുസ്തകങ്ങളോട് കൂടുതൽ ആഭിമുഖ്യമുള്ള എൻ്റെ അമ്മാവനെ, എം കൃഷ്ണൻ നായരെ, സാഹിത്യഭാരഫലത്തിലൂടെയും സാഹിത്യ വിമർശനത്തിലൂടെയും പ്രശസ്തിയിലേക്ക് ഉയർന്ന എം കൃഷ്ണൻ നായരെ അദ്ദേഹം ചെന്ന് കാണുകയും ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ ഫാൻറ്റസി എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വിദഗ്ധാഭിപ്രായം തേടുകയും ചെയ്തു. അത് അദ്ദേഹത്തിന് പ്രയോജനപ്പെട്ടു എന്നതിന് തെളിവാണ് ആ ചലച്ചിത്രം തുടങ്ങുമ്പോൾ അമ്മാവന് നന്ദി എഴുതി കാണിക്കുന്നത്. പുരാണങ്ങളിലെ ഗന്ധർവ സങ്കല്പത്തെ സമകാലിക പശ്ചാത്തലത്തിലേക്ക് അദ്ദേഹം മനോഹരമായി പ്രതിഷ്ഠിക്കുകയാണ് വാസ്തവത്തിൽ ആ ചിത്രത്തിലൂടെ ചെയ്തത്. മഹാഭാരതം സീരിയലിൽ കൃഷ്ണനായി വേഷമിട്ട നിതീഷ് ഭരദ്വാജ് ആണ് ഗന്ധർവനെ അവതരിപ്പിച്ചത്. മലയാളത്തിലെ ഒരു നടനും ആ കഥാപാത്രമായി വന്നാൽ ശോഭിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് അങ്ങനെ ഒരു ആളെ അദ്ദേഹം മനഃപൂർവ്വം തിരഞ്ഞെടുത്തത്. ആ ഗന്ധർവനെ പ്രേമിച്ച നായികയായി പ്രത്യക്ഷപ്പെട്ടത് സുവർണയായിരുന്നു. അവിടെയും അദ്ദേഹം വിജയിച്ചു എന്നാണ് ഞാൻ പറയുന്നത്. കാരണം മലയാളത്തിലെ ഒരു നടിയെ അല്ലെങ്കിൽ അഭിനേത്രിയെ തിരഞ്ഞെടുത്താൽ ചിലപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്കുണ്ടാവുകയില്ല. മണ്ണിലെ പ്രണയം പറഞ്ഞു മടുത്തപ്പോൾ വിണ്ണിലെ ഒരു ഗന്ധർവനെ മണ്ണിലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു പത്മരാജൻ എന്ന അതുല്യനായ സംവിധായകൻ. ഒടുവിൽ ആ ചലച്ചിത്രം പ്രദർശനശാലകളിലെത്തി. ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഗന്ധർവനെ പോലെ തന്നെ അദ്ദേഹം അപ്രത്യക്ഷനായി.
പത്മരാജൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തികച്ചും യാദൃച്ഛികം എന്ന് പറയാവുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ മാധവിക്കുട്ടി തിരുവനന്തപുരത്ത് മാർവയൻസ് കോളേജിലാണ് പഠിച്ചത്. അവിടെ കലോത്സവം നടക്കുമ്പോൾ ആത്മാവിലൊരു ചിത എന്ന വയലാർ രാമവർമ്മയുടെ അതിപ്രശസ്തമായ കവിതയാണ് കാവ്യാലാപനത്തിന് ആ കുട്ടി തിരഞ്ഞെടുത്തത്. ആ കവിത അറിയാമല്ലോ. വയലാറിൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ്റെ വേർപാടുണ്ടായപ്പോൾ അന്ന് മനസ്സ് നോവുകയും പിൽക്കാലത്ത് അദ്ദേഹം കവിയായി മാറിയപ്പോൾ ഓർമ്മിച്ച് ആ സംഭവങ്ങളെല്ലാം കവിതയാക്കി മാറ്റുകയും ചെയ്തതാണ്. യുവജനോത്സവങ്ങളിൽ പലതവണ ഈ കവിത പാടി പലരും സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. ഏറെ ശ്രദ്ധേയമായ ആ കവിത തന്നെയാണ് മാധവിക്കുട്ടി അന്നവിടെ പാടാൻ തിരഞ്ഞെടുത്തത്. പക്ഷേ ഈ കവിത ഏതാണ്ട് പാടി വേദിയിൽ പൂർത്തിയാകുമ്പോൾ മാധവിക്കുട്ടിയുടെ അച്ഛൻ ആയ പത്മരാജൻ ലോകത്തിനോട് വിട പറയുകയും ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാനായി ഒരാൾ ആ കോളേജിലേക്ക് ചെല്ലുകയുമാണ് ഉണ്ടായത്. പാടിയ കവിത അച്ഛൻ്റെ വിയോഗത്തെക്കുറിച്ചായിരുന്നത് തികച്ചും യാദൃച്ഛികമാണെങ്കിലും അങ്ങനെയാണ് സംഭവിച്ചത് എന്നത് ഇന്നും ഓർക്കുമ്പോൾ അത്ഭുതമായി തീരുന്നു. പത്മരാജൻ ചലച്ചിത്രം അവതരിപ്പിക്കുമ്പോൾ അതിലെ കഥാപാത്രങ്ങൾ യഥാർത്ഥ കഥാപാത്രങ്ങളാണെന്ന് നമുക്ക് തോന്നുകയില്ല. പലരും യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളായി മാത്രമേ നമുക്ക് അനുഭവപ്പെടുകയുള്ളൂ. ഏത് ചിത്രം എടുത്തു നോക്കിയാലും അതാണ് അവസ്ഥ. പെരുവഴി അമ്പലം മുതൽ ഞാൻ ഗന്ധർവൻ വരെയുള്ള 18 ചിത്രങ്ങളിലും ആ രീതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പ്രണയം, വേദന, മഴ, ഒറ്റപ്പെടൽ, സൗഹൃദം, ഇങ്ങനെ എത്രയെത്ര ഘടകങ്ങളാണ് ചില ചലച്ചിത്രങ്ങളിലൂടെ അദ്ദേഹം നമുക്ക് ഉള്ളിൽ തട്ടുന്ന വിധത്തിൽ പരിചയപ്പെടുത്തി തന്നത്. മറ്റാർക്കും കഴിയാത്ത വിധത്തിൽ അതൊക്കെ അങ്ങനെ ചിത്രീകരിക്കാൻ കഴിയും എന്ന് അദ്ദേഹം തെളിയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പി പത്മരാജൻ എന്ന പേര് മലയാളികളുടെ മുഴുവൻ മനസ്സിലും ഇന്നും തെളിഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊള്ളട്ടെ.